10 കോടി രൂപക്ക് മന്നം സ്മാരക മന്ദിരം അവരുടെ സ്റ്റേറ്റ് കമ്മിറ്റി ഓഫീസ് എന്താ പറയുക റിനോവേറ്റ് ചെയ്തിട്ട് 4 ദിവസം മുമ്പ് ലിഫ്റ്റ് അടക്കം പാവപ്പെട്ട പാർട്ടി വായിച്ചിരിപ്പിട്ട് കിടക്കുന്ന പാർട്ടിയുടെ എവിടുന്ന ഈ കാശൊക്കെ നാട്ടിൽ പിരിവടക്കം നമ്മളാരും കണ്ടിട്ടില്ല. നേതൃത്വത്തിലെ വലിയൊരു വിഭാഗം ലോകം കണ്ട ഏറ്റവും വലിയ കള്ളന്മാരാണ്. നവീൻ ബാബു ഇപ്പം എന്തായി? ഇതെല്ലാം അങ്ങനെയാണ്, ഒന്നിലേക്ക്. പക്ഷെ ഒന്നും ഈ ഗവൺമെന്റ് മുഖ്യമന്ത്രിയും പി ശശിയും അജിത് കുമാറും ഇന്ന് ഇരിക്കുന്ന സംവിധാനത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം ഒരു കാര്യം ഇവിടെ തെളിയാൻ പോകുന്നില്ല. രാജ്യദ്രോഹ കുറ്റത്തിന് ഒപ്പം നിൽക്കുന്നവരാണ് കേരളത്തിലെ അജിത് കുമാറിന്റെ ടീം. സ്വർണ്ണക്കള്ളക്കടത്തിന്റെ കൂടെ അവരാണ്. MDMA ബിസിനസ് നടത്തുന്നത് പോലീസാണ്. ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. ഈ കള്ളക്കടത്തും ഈ തോന്നിവാസവും മുഴുവൻ ചെയ്യുന്നവർക്ക് എന്താ ഒരു പെൺവാണിഭം ചെയ്താലും ഇവിടുത്തെ നിയമവ്യവസ്ഥ നിലനിൽക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കൊക്കിൽ ജീവൻ ഉണ്ടെങ്കിൽ അജിത് കുമാർ ആ കസേരയിൽ ഇരിക്കില്ല. അജിത് കുമാർ ഈസ് ഗോയിങ് ടു ദ സെൻട്രൽ ജയിൽ. 2024 കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് നിലമ്പൂർ MLA ആയ ശ്രീ PV അൻവർ ഉയർത്തിയ ആരോപണങ്ങളാണ്. ഇപ്പോൾ അദ്ദേഹമാണ് നമുക്കൊപ്പം ചേരുന്നത്. നമസ്കാരം. വലിയ രാഷ്ട്രീയ യോഗങ്ങളോടുകൂടിയാണ് CPM-നെതിരായിട്ടുള്ള താങ്കളുടെ വിമർശനങ്ങളും അതുമായി ബന്ധപ്പെട്ട പരിപാടികളും എല്ലാം തുടങ്ങുന്നത്. അത് പിന്നീട് ചുരുങ്ങി പിന്നീട് അത് വാർത്താ സമ്മേളനങ്ങളിലേക്ക് മാറി. അപ്പം എന്താണ് സംഭവിച്ചത്? ഇനി അതിലും അത് അവസാനിച്ചു പോകുമോ? അല്ല, അത് ഒന്നും അവസാനിക്കാനില്ലല്ലോ. നമ്മളൊരു സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ ഗവൺമെൻറ്റിലെ ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ അവരുടെ മോശപ്പെട്ട പ്രവർത്തനം, അവരുടെ ക്രിമിനൽ സ്വഭാവം, അതുമായി ബന്ധപ്പെട്ട് പാർട്ടിക്കുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ, പാർട്ടി പ്രവർത്തകർക്കുണ്ടായിട്ടുള്ള വിഷയങ്ങൾ, സമൂഹത്തിനുണ്ടായിട്ടുള്ള വിഷയങ്ങൾ, ഇതെല്ലാത്തിൻ്റെയും കാരണം ഒരു പോലീസിലെ ഒരു കൃത്യമായ ഒരു എന്താ പറയുക ക്രിമിനൽ ലോബിയാണ് ഇത് ഈ തരത്തിലുള്ള പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന എന്ന തിരിച്ചറിവ്. അത് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തിയ ഒരു പരിശ്രമമാണ്. ആ പരിശ്രമം അത് റെക്ടിഫൈ ചെയ്യേണ്ടവരെ റെക്ടിഫൈ ചെയ്യാതിരിക്കുകയും എന്താ പറയുക ഈ ആരോപണങ്ങൾ ഉന്നയിച്ച എനിക്ക് ആ സംവിധാനത്തിൻ്റെ പുറത്തേക്ക് വരികയും ചെയ്യേണ്ടി വന്ന സാഹചര്യമാണ്. അതുമായി ഉണ്ടായിട്ടുള്ള എന്താ പറയുക ജനങ്ങളുമായിട്ടുള്ള സംവാദങ്ങൾ പല ലെവലിലാണ്. അതിൽ സമ്മേളനങ്ങളായി നടന്നിട്ടുണ്ട്, പത്രസമ്മേളനമായി നടന്നിട്ടുണ്ട്, പൊതുസമ്മേളനമായിട്ട് നടന്നിട്ടുണ്ട്. ഇപ്പോൾ അവസാനം ചേലക്കര തെരഞ്ഞെടുപ്പിൽ നമ്മൾ ആ രാഷ്ട്രീയ പറഞ്ഞ കാര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മൾ തെരഞ്ഞെടുപ്പിനെ നേരിട്ടിട്ടുണ്ട്. അതൊരു പ്രോസസ്സല്ലേ, അതിങ്ങനെ ഇറ്റ്സ് ഗോയിങ് ഓൺ. താങ്കൾ ഉന്നയിച്ചതിനകത്ത് ഏറ്റവും ഒരു വലിയ ആരോപണമായിട്ട് ആളുകൾ കണ്ടത് കേരളത്തിനകത്തൊരു പൊളിറ്റിക്കൽ നെക്സസ് ഉണ്ട് എന്നുള്ളതായിരുന്നു. അപ്പം അതെല്ലാവരും വലിയ രീതിയിൽ ചർച്ച ചെയ്തു. കാരണം സാധാരണക്കാരുടെ ഒരു അഭിപ്രായമായിരുന്നു അത്. ഇവിടെ രാഷ്ട്രീയ പാർട്ടികളെല്ലാവരും നമ്മളൊരു കൂട്ടുകൃഷി നടക്കുന്നുണ്ടെന്നുള്ളത്. അപ്പം അത് ഒരു പൊതുജനങ്ങളുടെ അഭിപ്രായമായിട്ട് താങ്കൾ ഉയർത്തിക്കൊണ്ട് വന്നപ്പം താങ്കളുടെ ജനത്തിന് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ ആ ആരോപണത്തിൽ നിന്ന് പിന്നീട് താങ്കൾ പതിയെ പിന്മാറുന്നത് പോലെയോ അല്ലെങ്കിൽ ആ ആരോപണത്തിൻ്റെ മൂർച്ച കുറയുന്നത് പോലെയോ ആണ് ജനങ്ങൾക്ക് പിന്നീട് അത് ഫീൽ ചെയ്യുന്നത്. അപ്പം എന്തായിരുന്നു അതിനകത്ത് അങ്ങനെ ഒരു മാറ്റത്തിന് കാരണം? ഞാൻ ഉന്നയിച്ച വിഷയങ്ങളിൽ നിന്നോ പൊളിറ്റിക്കൽ നെക്സസിൽ നിന്നോ അജിത് കുമാറിൻ്റെമായി ബന്ധപ്പെട്ട് ഞാൻ ഉയർത്തിയ ആരോപണങ്ങളിൽ നിന്നോ ഈ ഒരു സെക്കൻഡ് വരെ ഞാൻ പിന്മാറിയിട്ടില്ല. സ്വാഭാവികമായും അതിൻ്റെ പല തലങ്ങളിലേക്ക് അത് വ്യാപിച്ചു. ആദ്യം ഒരു സിംഗിൾ പോയിന്റിൽ നിന്ന വിഷയമാണ്. ഇത് സ്പ്രെഡായി. എന്ത് സംഗതികളും സ്പ്രെഡാകുമ്പോൾ അതിൻ്റെ എന്താ പറയുക ശക്തി കുറയും. ഒരു എന്താ പറയുക കയറ് പിരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ്? അതാണ് ഇത്തരം സംഭവങ്ങളുടെ അതിൻ്റെ തുടക്കം അങ്ങനെയായിരിക്കും. പിന്നീട് അതെന്താ പറയുക അത് ജനങ്ങളിലേക്ക് സമൂഹത്തിലേക്ക് സ്പ്രെഡ് ചെയ്യും. ആ സ്പ്രെഡ് ചെയ്തതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിലും. ഈ 3 തെരഞ്ഞെടുപ്പുകളിലും ആൻറ്റി പിണറായിസം ഇവിടെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളീ പറയുന്ന ജനങ്ങൾ താല്പര്യത്തോടു കൂടി കേട്ട പല കാര്യങ്ങളും ജനങ്ങൾക്ക് പ്രതികരിക്കാൻ കിട്ടുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ അത് പ്രതികരിച്ചിട്ടുണ്ടല്ലോ, അതിൽ പ്രതിഫലിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ആ പൊളിറ്റിക്കൽ നെക്സസിൽ നിന്ന് ഞാൻ മാറി സംസാരിക്കുന്നു എന്നോ അല്ലെങ്കിൽ ആ പൊളിറ്റിക്കൽ നെക്സസിനെ കുറിച്ച് ഞാനിപ്പോൾ സംസാരിക്കുന്ന ഇല്ല എന്നോ ഒരു വിഷയമില്ല. സ്വാഭാവികമായിട്ടും ഇപ്പോൾ പോലീസ് നടപടികളുടെ ഭാഗമായിട്ട് വളരെ മോശപ്പെട്ട റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് കോടതിയെ സമീപിക്കലാണ് ഈ വിഷയത്തിൽ. ആ കോടതിയെ സമീപിക്കണമെങ്കിൽ ഇപ്പോൾ ഈ SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നടത്തിക്കൊണ്ടിരിക്കുന്ന റിപ്പോർട്ട് അവർ ഗവൺമെൻറ് സമർപ്പിക്കണം. ഗവൺമെൻറ്റിനത് സമർപ്പിച്ചാൽ ഐ ആം എ കംപ്ലൈൻറ്റൻറ്റ്. എൻ്റെ കംപ്ലൈൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ അന്വേഷണം മുഴുവൻ നടത്തിയിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ അന്വേഷണ റിപ്പോർട്ടിൻ്റെ കോപ്പി എനിക്ക് തരണം. അത് ഒഫീഷ്യലായിട്ട് എനിക്ക് കിട്ടുമ്പോൾ പിന്നീട് അടുത്ത ലീഗൽ സ്റ്റെപ്സ് കോടതിയെ സമീപിക്കാനുള്ള
ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ പുറത്ത് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ അത് വസ്തുതയാണെങ്കിൽ ആ വസ്തുതയ്ക്ക് അപ്പുറം നമുക്ക് പോകാനുള്ള തെളിവുകൾ ഞാൻ തന്നെ കൊടുത്തിട്ടുണ്ട്. ആ തെളിവുകളൊക്കെ എന്താ പറയുക മറച്ചു വെച്ചുകൊണ്ടോ ചരിച്ചു വെച്ചുകൊണ്ടാണ് ഈ റിപ്പോർട്ട് വരാൻ പോകുന്നത്. അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റുകളാണ് അവർ മുഖവിലക്കെടുത്തത് എന്ന രീതിയിലാണ് ഇപ്പോൾ റിപ്പോർട്ട് വരുന്നത്. അത് ശരിയാണെങ്കിൽ അതാണ് അന്വേഷണ രീതിയെങ്കിൽ സ്വാഭാവികമായിട്ടും കോടതിയെ അത് ബോധ്യപ്പെടുത്താൻ നമുക്ക് അധികം സമയമൊന്നും വേണ്ടി വരില്ല. ഉടൻ കോടതിയിലേക്ക് പോകും. തീർച്ചയായിട്ടും ആ റിപ്പോർട്ട് ഇവർ സമർപ്പിക്കുന്ന മുറക്ക് കോടതിയിലേക്ക് പോകണമല്ലോ. വേറെ നമുക്ക് എവിടെ നീതി കിട്ടുക? ഞാൻ ഈ അന്വേഷണത്തിൻ്റെ 1-ാം ഘട്ടം കഴിഞ്ഞപ്പോഴേ പറഞ്ഞ അന്വേഷണം ശരിയല്ല, വഴിയിലല്ല പോകുന്നത്. അതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ ഉദ്ദേശം സത്യസന്ധമാണെങ്കിൽ ഒരു ജുഡീഷ്യൽ അന്വേഷണം തയ്യാറാവട്ടെ എന്ന് ആവർത്തിച്ച് ഞാൻ പറഞ്ഞതാണല്ലോ. ഗവൺമെൻറ് സ്വാഭാവികമായിട്ടും അതിന് തയ്യാറായിട്ടില്ല, അവർക്ക് തയ്യാറാൻ കഴിയില്ല. അവർക്ക് ഈ കുറ്റവാളികളെ മുഴുവൻ രക്ഷിച്ചെടുക്കാനാണ് ഗവൺമെൻറ് ശ്രമിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഒറ്റ സ്റ്റെപ്പേ ഉള്ളൂ, എന്താണ്? ഹൈക്കോടതിയാണ്. ഈ സ്റ്റേജിൽ കോടതി പോയാൽ കോടതി ചോദിക്കും നിങ്ങൾ ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ, അത് കഴിയട്ടെ എന്ന് പറയും. ആ ഇൻവെസ്റ്റിഗേഷനിലെ പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചിട്ട് നമുക്ക് കോടതിയെ സമീപിക്കാൻ പറ്റൂ. നമ്മളിനി ആവശ്യപ്പെടുന്ന എന്താ? ജുഡീഷ്യൽ അന്വേഷണത്തിനല്ലേ. എന്തുകൊണ്ട് ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്ന് കോടതി ചോദിച്ചാൽ നമുക്കിപ്പോൾ എന്താ പറയാനല്ലേ? ഈ പറഞ്ഞ കാര്യങ്ങളല്ലല്ലോ പോലീസിന് മുമ്പ്. ആ കൊടുത്ത എവിഡൻസിൻ്റെ മുകളിൽ പോലീസ് എടുത്ത എന്താ പറയുക നിലപാടുകളും നടപടികളുമാണല്ലോ റിപ്പോർട്ട് എഴുതി വരിക. അതിലവർ നടത്തിയ കള്ളത്തരങ്ങളും അവർ മൂടി വെച്ചതാണ് നമ്മൾ കോടതിയെ ബോധ്യപ്പെടുത്തുന്നത്. ഇത്രയും കാര്യങ്ങൾ അവർ ഇതിനെ മറച്ചു വെച്ച് ഒളിച്ചു വെച്ചാണ് ചെയ്തിട്ടുള്ളത്. ഇതാണ് വസ്തുത. അത് കോടതിയെ ബോധ്യപ്പെടുത്തിയിട്ട് നമ്മൾ ജുഡീഷ്യൽ അന്വേഷണമാണ് നമ്മൾ കോടതിയിൽ നിന്ന് ആവശ്യപ്പെടുക. അതിന് ഇവർ റിപ്പോർട്ട് ഫയൽ ചെയ്യണം. ഈ പൊളിറ്റിക്കൽ നെക്സസ് എന്ന് പറയുന്ന ഒരു ആരോപണം അല്ലെങ്കിൽ ആ ഒരു ടേം അത് താങ്കൾ മയപ്പെടുത്തിയത് UDF-ലേക്ക് പോകുന്നതിന്റെ ഭാഗമായിട്ടാണെന്നുള്ള ആരോപണങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? ആ അടിസ്ഥാനം ഇതാണ്. ഞാനത് മയപ്പെടുത്തിയിട്ടില്ല. ആ പൊളിറ്റിക്കൽ നെക്സസ് ഇപ്പോഴും ഞാൻ അന്ന് പറഞ്ഞ പൊളിറ്റിക്കൽ നെക്സസ് എന്ന് പറയുന്നത് എല്ലാ പാർട്ടിയിലെയും ഉത്തരവാദിത്തപ്പെട്ട പല നേതാക്കന്മാരും തമ്മിൽ എന്താ പറയുക നെക്സസ് ഉണ്ട്. അതിപ്പോഴും പറയുന്നുണ്ട്. നമ്മളെല്ലാ പാർട്ടിയിൽപ്പെട്ട എല്ലാ നേതാക്കന്മാരെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല. എല്ലാ പാർട്ടിയിൽപ്പെട്ട ചില നേതാക്കന്മാർ ആ നെക്സസിൻ്റെ ഭാഗമാണ്. അതിപ്പോഴും ഉണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് താങ്കൾ ഡൽഹിയിലായിരുന്നു. വിവിധ രാഷ്ട്രീയ കക്ഷികളുമായിട്ടൊക്കെ ചർച്ച നടത്തി. കുറച്ചധിക സമയം ഡൽഹിയിൽ ചെലവഴിക്കുകയും ചെയ്തു. ആരൊക്കെ കണ്ടു? എന്താണ് ആ ചർച്ചകളുടെ ഒരു പ്രോഗ്രസ്? ദേശീയ പാർട്ടികളുടെ പല ദേശീയ നേതാക്കന്മാരുമായിട്ട് നമ്മളുടെ കേരളത്തിലെ ഈ പൊളിറ്റിക്സും ഇപ്പോഴത്തെ സാഹചര്യങ്ങളും ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ഞാൻ ഉന്നയിച്ച വിഷയങ്ങളും അതിൽ നമ്മുടെ പൊളിറ്റിക്കൽ സ്റ്റാൻഡൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് ഉരുത്തിരിഞ്ഞ് വരുന്നേ ഉള്ളൂ. അതിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നതിന് ചെറിയ പ്രശ്നങ്ങളുണ്ട്. പലരുമായിട്ടും ചർച്ചകൾ നടത്തിയല്ലോ. അപ്പം ഒരു യോജിപ്പിലേക്ക് എത്തുന്നതിന് ഒരു തടസ്സമായിട്ട് നിൽക്കുന്നത് എന്താണ്? ഒരു തടസ്സമില്ല. തടസ്സം ഞാൻ തന്നെയാണ്. എനിക്കതിൽ ചില കൺസെപ്റ്റുകളുണ്ട്. ഈ ഡിസ്കസ് ചെയ്യുന്ന സമയത്തും നമ്മൾ ഈ പറയുന്ന ദേശീയ പാർട്ടികൾ ചില കണ്ടീഷൻസ് നമ്മൾ വെച്ചിട്ടുണ്ട്. അത് അവർക്കത് ഡിസ്കസ് ചെയ്തിട്ട് അതിന് മുകളിൽ തീരുമാനം പറയാൻ പറ്റുള്ളൂ. നമുക്ക് വെറുതെ അങ്ങ് പോയിട്ട് ഒരു എന്താ പറയുക ആരുമായിട്ട് ജോയിൻ ചെയ്യാൻ കഴിയില്ല. നമ്മൾ കൃത്യമായ രാഷ്ട്രീയ കാഴ്ചപ്പാടും കേരളത്തിലെയും ഇന്ത്യയിലെയും പൊളിറ്റിക്സും ഇന്ന് രാജ്യം നേരിടുന്ന ഫാസിസ്റ്റ് ഇഷ്യൂ ഒക്കെ നമ്മളെ സംബന്ധിച്ച് വലിയ ഘടകമാണ്. അപ്പം അതിനോടൊക്കെ നാളെ എന്താണ് പറയുക, ഇന്ന് അവരുടെ നിലപാട് ഒരു പക്ഷേ ഞാൻ പറയുന്ന എന്താ പറയുക ആൻറ്റി ഫാസിസ്റ്റ് ആവാം. നാളെ ഒരു പക്ഷേ ഇവർ എന്താ പറയുക ഫാസിസ്റ്റ് ലൈനിലേക്ക് പോകാനുള്ള സാഹചര്യം പല ഘട്ടത്തിലും നമ്മൾ കണ്ടില്ല. അങ്ങനത്തേക്കൊരു സാഹചര്യത്തിൽ നമ്മൾക്ക് എടുക്കേണ്ട ചില നിലപാടുകളുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവിടെ വിശദമായിട്ട് നമ്മളെ കണ്ടീഷൻസ് നമ്മളതിൽ പറയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ഡിസ്കസ് ചെയ്തിട്ടേ പറയുള്ളൂ. അതിനൊരു സമയം വേണം. ഈ ജനുവരിയിൽ ഇതിനെക്കുറിച്ച് തീരുമാനം ഉണ്ടാവും. അതായത് ഒരു അടുത്ത തെരഞ്ഞെടുപ്പ് ആവുന്നതിന് മുമ്പ് ആ കാര്യത്തിലൊരു തീരുമാനം? തീർച്ചയായിട്ടും അല്ല. അത് നമുക്ക് ഈ പൊളിറ്റിക്സ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. ഉണ്ടാവും. തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. അപ്പം നിലമ്പൂരിൽ താങ്കൾക്ക് മത്സരിക്കേണ്ടതുണ്ട്. അപ്പം ഒരു മുന്നണിയുടെ പിന്തുണയില്ലാതെ അവിടെ മത്സരിച്ച് ജയിക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടോ? എന്നെക്കാളും എൻ്റെ കാര്യത്തിൽ എന്താ പറയുക ആദ്യയിലെ കുറേ ആളുകളുണ്ട്. ഇവിടെ മത്സരിക്കും, എങ്ങനെ ജയിക്കും, ഒറ്റയ്ക്ക് മത്സരിക്കും, മുന്നണി. എനിക്കങ്ങനെ ചിന്തയില്ലെന്ന്. അതാ സമയം വരട്ടെ. മത്സരിക്കണ്ടയോ, മുന്നണിയായിട്ട് മത്സരിക്കണോ? ഞാൻ ഒറ്റയ്ക്ക് കുറേ മത്സരിച്ച 4 തിരഞ്ഞെടുപ്പ് ഒറ്റയ്ക്ക് മത്സരിച്ച 2 നിയമസഭയും ഞാൻ ഒറ്റയ്ക്ക് മത്സരിച്ച. അതുകൊണ്ട് മത്സരം ഒറ്റയ്ക്ക് എന്നുള്ളത് എനിക്ക് ഇഷ്ടംപോലെ അനുഭവങ്ങളുണ്ട്. അപ്പോൾ അതൊരു ഭയപ്പാടോട് കൂടിയിട്ടല്ല ഞാൻ അതിനെക്കുറിച്ച് ഓർക്കുന്നത്, അതൊരു സ്പിരിറ്റോട് കൂടിയിട്ടാണ്. അങ്ങനെ ഒറ്റയ്ക്ക് മത്സരിക്കേണ്ടി വന്നാൽ ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ മത്സരിക്കാൻ പലരും ഉണ്ടാവും. അത്തരം ചർച്ചകളും നടക്കുന്നുണ്ടോ എൻ്റെ കൂടെ? അല്ല, അതൊക്കെ നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യല്ലോ. ഒരു പൊളിറ്റിക്സ് നമ്മളൊരു യുദ്ധത്തിന് ഇറങ്ങുമ്പോൾ എന്തൊക്കെ പ്രതീക്ഷിക്കണം, എന്തെല്ലാം ആയുധങ്ങൾ അപ്പുറത്ത് എന്താ പറയുക അവരടുത്ത് ഉണ്ടാകില്ല എന്ന്
നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ പോലും അത് ഉണ്ടാകുമെന്ന് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യണം. ഇതൊരു വാറാണ്. അപ്പം നമുക്ക് ശത്രുക്കളെക്കുറിച്ചും നമ്മൾ എന്താ പറയുക ഓപ്പോസിറ്റ് ഗ്രൂപ്പുകളെക്കുറിച്ചും നമുക്ക് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ എന്താ പറയുക ഒരു യുദ്ധത്തിനിറങ്ങുമ്പോൾ പലതരത്തിൽ ആയുധങ്ങളുണ്ടാവും. ഫ്രണ്ടിൽ ആയുധം ഉണ്ടാവും, പ്രത്യക്ഷമായ ആയുധം ഉണ്ടാവും, ബാക്കിൽ ആയുധം ഉണ്ടാവും, എന്താ പറയുക ഒളിസേനകളുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളതെടുത്ത് പ്രയോഗിക്കില്ലേ. അപ്പം തെരഞ്ഞെടുപ്പ് വന്നാൽ അത് ഒറ്റയ്ക്കായാലും അല്ലെങ്കിലും കേരളത്തിൽ എവിടെയായാലും മത്സരിച്ച് ജയിക്കാം, അതിനൊരു ബാല്യം ബാക്കിയുണ്ടെന്നുള്ള കോൺഫിഡൻസ് ഉണ്ട്. 1000%. 1000%. താങ്കൾ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നു, DMK രൂപീകരിക്കുന്നു. അത് വേണ്ടിയിരുന്നില്ല, UDF-ലേക്ക് നേരിട്ട് ചെന്നാൽ അവർ സ്വീകരിക്കുമായിരുന്നു എന്ന് പിന്നീട് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഒരിക്കലും തോന്നിയിട്ടില്ല. 2 DMK രൂപീകരിക്കാമായിരുന്നു എന്ന് ഞാൻ ആലോചിക്കുന്നു. 2 DMK. അപ്പോൾ എനിക്കങ്ങനെയൊന്നും ഒരു തോന്നലുണ്ടായിട്ടില്ല. ഞാൻ ടോട്ടലി ഫ്രീ ആണ്. അപ്പോൾ എൻ്റെ ഒരു ജീവിതത്തിൽ എന്ന് പറയുന്നത് എനിക്ക് ടെൻഷൻ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എനിക്കറിയില്ല. അത് എൻ്റെ എന്താ പറയുക എൻ്റെ ഡിക്ഷണറിയിലോ ഡയറിയിലോ എൻ്റെ മനസ്സിലോ അങ്ങനെ സംഭവമില്ല. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുക, നമ്മൾ പ്രവർത്തിക്കുക. റിസൾട്ടിനെ കുറിച്ച് ഞാൻ ആലോചിക്കാറില്ല. അതുകൊണ്ട് DMK ഉണ്ടാക്കിയത് തെറ്റായി പോയാൽ അപ്പം തന്നെ നേരെ പോയിട്ട് UDF-ലേക്ക് ചേക്കേറാമായിരുന്നു എന്നൊക്കെ പലരും പറയുന്നുണ്ട്. പലരുടെയും ചിന്തയുടെ ഭാഗമാണ്. എനിക്കങ്ങനെ ഒരു സ്ഥലത്ത് പോയി ചേക്കേറി എനിക്കൊരു അത്താണി ഉണ്ടാക്കുക എന്നുള്ളൊരു ഉദ്ദേശം ഈ വിഷയത്തിൽ തുടക്കം മുതലേ ഇല്ല. എനിക്ക് വലിയ ഒരു അത്താണിയും നല്ലൊരു ഷെയ്ഡിലും നല്ലൊരു പ്രൊട്ടക്ഷൻ്റെ അടുത്തുനിന്നാണ് ഞാൻ വരുന്നത്. അവരും ആ സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഞാൻ ഇന്ന് വരെ CPM എന്ന് പറയുന്ന പാർട്ടിയെ ഞാൻ തള്ളി പറഞ്ഞിട്ടില്ല, CPM പ്രവർത്തകരെയും തള്ളി പറഞ്ഞിട്ടില്ല. എനിക്കത് തള്ളി പറയാനൊന്നുമില്ല. ചില നിക്ഷിപ്ത താല്പര്യക്കാരായ ലീഡർഷിപ്പ് നടത്തുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന ഉദ്യോഗസ്ഥ നെക്സസിനോടൊപ്പം അവർ നിന്ന് പ്രവർത്തിച്ച് പൊതുസമൂഹത്തിനും പാർട്ടിക്കും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഡാമേജിനെതിരെ ഞാൻ സംസാരിച്ചത്. അപ്പോൾ എനിക്കൊരു എന്താ പറയുക ഒരു സേഫർ പൊസിഷനിൽ ഇരുന്നു കൊണ്ട് എനിക്ക് വേണമെങ്കിൽ ആ സോഫ്റ്റായിട്ട് ഈ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാമായിരുന്നു. ഞാനതിന് നിന്നിട്ടില്ല. നമ്മളൊരു അഗ്രസീവ് സ്റ്റാൻഡാണ് ഇതിലെടുത്ത്. നിങ്ങൾ ആർക്കെതിരെയാണോ ആരോപണം ഉന്നയിച്ചത് അവർ അനുദിനം ശക്തരായിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയും കൂടി നമ്മൾ കാണുന്നുണ്ട്. P. ശശി ആയാലും സുജിത് ദാസ് ആയാലും ADGP അജിത് കുമാർ ആയാലും. അപ്പം അത് താങ്കൾ ഏതെങ്കിലും രീതിയിൽ ഭയപ്പെടുത്തുന്നുണ്ടോ, അല്ലെങ്കിൽ ഇനി എങ്ങനെ അവരെ നേരിടുന്നു ചിന്തിച്ചിട്ടുണ്ടോ? അവർ ശക്തരാണ് എന്ന് വരുത്തി തീർക്കത്തക്ക രീതിയിലുള്ള ചില എന്താ പറയുക സർക്കസുകൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ശക്തരാണോ അശക്തരാണോ എന്നുള്ളത് നമുക്ക് കാണാം. ഈ നാട്ടിലെ ഈ നിയമവ്യവസ്ഥ എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ, സുപ്രീം കോടതി വരെ പോകാമല്ലോ. അപ്പോൾ അത് ഇപ്പോഴും ഇങ്ങനെയൊക്കെ ഈ രാഷ്ട്രീയ എന്താ പറയുക അടിവലികളും സംവിധാനങ്ങളും അട്ടിമറികളും ഒക്കെ നടക്കുമ്പോഴും ഒരു 10-75% ഒരു കോട്ടം തട്ടാതെ ഇന്നും നമ്മുടെ ജുഡീഷ്യറി നിലനിൽക്കുന്നുണ്ട്. ആ 25-ൽ പെട്ടതിന്. പക്ഷേ 75 ഇപ്പോഴും നമുക്കൊരു സേഫർ പൊസിഷനാണ്. ആ സേഫർ പൊസിഷനിൽ നിന്നാണല്ലേ നീതിയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരിപ്പോൾ വിജയിച്ചു എന്ന രീതിയിൽ വരുന്ന വാർത്തകൾ മുഖ്യമന്ത്രിയുടെ എന്താ പറയുക സാന്നിധ്യത്തിൽ ഇദ്ദേഹത്തിന് ക്ലീൻ ഷീറ്റ് കൊടുത്താൽ CPI മന്ത്രിമാരുൾപ്പെടെയുള്ളവൻ അജിത് കുമാറിന് വീണ്ടും സല്യൂട്ട് അടിച്ചാൽ അജിത് കുമാർ അങ്ങനെ ആയിപ്പോകുമെന്ന് ആരും കരുതണ്ട. ഇവിടുത്തെ നിയമവ്യവസ്ഥ നിലനിൽക്കുന്നുണ്ടെങ്കിൽ എൻ്റെ എന്താ പറയുക ജീവനിൽ കൊക്കിൽ ജീവനുണ്ടെങ്കിൽ അജിത് കുമാർ ആ കസേരയിൽ ഇരിക്കില്ല. അജിത് കുമാർ ഈസ് ഗോയിങ് ടു ദ എന്താ പറയുക സെൻട്രൽ ജയിൽ. അജിത് കുമാറിനെ കസേര മാറ്റി ഇരുത്തി എന്നല്ലാതെ പോലീസ് സംവിധാനം ലോ ആൻഡ് ഓർഡർ ഇപ്പോഴും കൈകാര്യം ചെയ്യുന്നത് അജിത് കുമാർ തന്നെയാണ്. അത് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നത്. പക്ഷെ അത് അധികം നീണ്ടുപോകില്ല. അത് ഇനി അങ്ങ് ഒരു പരിധി വിട്ട് നീട്ടിക്കൊണ്ടുപോകാനും കഴിയില്ല. ഈ P. ശശിയെയും അതേപോലെ സുജിത് ദാസിനെയൊക്കെ എങ്ങനെ പ്രതിരോധിക്കും? അങ്ങനെയാണെങ്കിൽ നിയമപരമായിട്ട് പ്രതിരോധിക്കും. അതിനും ഇവർക്കെതിരെയും തെളിവുകൾ ഉണ്ടെന്നാണോ കയ്യിൽ? തീർച്ചയായിട്ടും. അല്ലെങ്കിൽ അവർ എൻ്റെ പേരിൽ കേസെടുക്കില്ലേ? എൻ്റെ പേരിൽ എന്താ ഒരു സ്റ്റെപ്സ് ഇതുവരെ എടുക്കാതിരുന്നു? ഇപ്പോൾ ശശി തന്നെ 2-3 ഡിഫമേഷൻ നോട്ടീസ് അയച്ചു. ചില കോടതിയിൽ പോയിട്ട് CMP ഫയൽ ചെയ്തു. അത് ആളുകളടിയിൽ പിടിച്ചു നിൽക്കാനാണ്. അന്ന് എവിടെ എത്താൻ പോകുന്നില്ല. അപ്പോൾ ഇതെല്ലാം വസ്തുതാപരമല്ലാത്ത വെറുതെ എന്താ പറയുക അങ്ങാടിയിലൂടെ നടന്നു പോകുമ്പോൾ പറയേണ്ട കാര്യങ്ങളല്ല. വളരെ സീരിയസ് ആയിട്ടുള്ള ഉത്തരവാദിത്തപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഞാനൊരു വ്യക്തി എന്നതിലപ്പുറം ഞാനൊരു ലെജിസ്ലേറ്റീവ് മെമ്പർ കൂടിയാണ്. ആ റെസ്പോൺസിബിലിറ്റി എനിക്ക് ബൈൻഡിങ് ആണ്. എന്തെങ്കിലും റോട്ടിലൂടെ നടന്നു പോകുന്ന വിളിച്ചു പറയുന്നവരെ വിളിച്ചു പറയാൻ പറ്റില്ല. ഇപ്പം താങ്കൾക്ക് CPM-നോടുള്ള വിരോധം അത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ മാറുകയോ അല്ലെങ്കിൽ അദ്ദേഹം തോൽക്കുകയോ ചെയ്താൽ അവസാനിക്കുന്നതാണോ? അങ്ങനെയാണെങ്കിൽ അൻവറിന്റെ നിലപാട് എനിക്ക് CPM-നോടൊരു വിരോധമില്ല.
പിന്നെ ആരോടാണ്? എനിക്ക് CPM ലീഡർഷിപ്പിലെ ഈ പറയുന്ന ആൻറ്റി CPM ആയിട്ട് പ്രവർത്തിക്കുന്ന, ആൻറ്റി കമ്മ്യൂണിസ്റ്റായി പ്രവർത്തിക്കുന്ന, ആൻറ്റി സോഷ്യലായി പ്രവർത്തിക്കുന്ന, എന്താ പറയുക, ഒരു 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 ഈ പറയുന്ന ഒരു നെക്സസ് ഗ്രൂപ്പുണ്ട്. അവർക്കെതിരെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവർക്കെതിരെ. കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടുന്നതാണോ ആ നെക്സസ് ഗ്രൂപ്പ്? തീർച്ചയായിട്ടും പിണറായിയും ശശിയും അജിത് കുമാറും ഉൾപ്പെടുന്ന നെക്സസ് ആണത്. അത് വേറെ ചില കണ്ണികൾ കൂടിയുണ്ട്. അങ്ങനെയാണെങ്കിൽ അവർ മാറിക്കഴിഞ്ഞാൽ ആ പാർട്ടിയായിട്ടുള്ള പ്രശ്നം തീരുകയും തങ്ങളുടെ നിലപാടിൽ മാറ്റം വരികയും ചെയ്യുമോ? ഇല്ല, അത് ഏതെങ്കിലും കാലത്ത് തീർന്നിട്ട് കാര്യമില്ലല്ലോ. അത് തീരുകയാണെങ്കിൽ ഇപ്പം തീരണം. അത്തരം ചർച്ചകൾ നടക്കുന്നുണ്ടോ? അല്ല, ആ കാര്യങ്ങൾ വളരെ വളരെ എന്താ പറയുക, വ്യക്തമായി ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോഴും ഈ എന്താ പറയുക, ആ ഒരു ലീഡർഷിപ്പിൽ നിന്ന്, CPM ലീഡർഷിപ്പിൽ നിന്ന് എന്നോട് സംസാരിക്കുന്നവരുണ്ട്, സംസാരിക്കാൻ ശ്രമിക്കുന്നവരുണ്ട്. അപ്പോഴൊക്കെ ഞാൻ പറഞ്ഞു, എനിക്ക് ഒറ്റ കാര്യമുള്ളൂ, ഈ കാര്യത്തിനുമുള്ളൊരു തീരുമാനം ഉണ്ടെങ്കിൽ നമുക്ക് ആലോചിക്കാമെന്നേ അതിലുള്ളൂ. പക്ഷെ ആ കാര്യത്തിലേക്ക് വരുന്നില്ല. അതായത് ഈ ഒരു പൊളിറ്റിക്കൽ നെക്സസിൽ ഉൾപ്പെട്ട പിണറായി വിജയനും P ശശിയും ഉൾപ്പെട്ട ആളുകളെ മാറ്റി നിർത്തിയാൽ തീരാവുന്ന പ്രശ്നമാണ് ശ്രീ അൻവറും CPM തമ്മിലുള്ളത്. അത്രയേ ഉള്ളൂ, ഇപ്പോൾ അത്രയേ ഉള്ളൂ. ഈ ഇപ്പോൾ എന്ന് പറയുന്നത് അടുത്ത തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്നാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത്? ഇപ്പം നൗ ദ ടൈം ബീങ്. തെരഞ്ഞെടുപ്പിന് ഇനി എത്ര കാലം, 1.5 വർഷത്തിനടുത്തില്ലേ, 10-16 മാസമില്ലേ? കൊച്ചിയിൽ പോലീസ് നക്ഷത്ര വേശ്യാലയം നടത്തുന്ന രീതിയിലേക്ക് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മാറുന്നു. അതിൽ താങ്കൾ ഈ പറഞ്ഞ നെക്സസിനകത്തുള്ള അല്ലെങ്കിൽ പോലീസിലെ ഉന്നതർക്ക് പങ്കുള്ളതായിട്ട് സംശയമുണ്ടോ? ഇല്ല, അതിൽ നമ്മൾ അത്ഭുതപ്പെടാനൊന്നുമില്ല. ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും നല്ല പോലീസ് പല ഘട്ടത്തിൽ നമ്മളാണ്, കേരളമാണ്. ഇന്ത്യയിലെ ഏറ്റവും വൃത്തികെട്ട പോലീസ് ഈ പറയുന്ന വിഭാഗമാണ്. ഇന്ത്യയിൽ നൊട്ടോറിയസ് ക്രിമിനൽസ് എന്ന് പറഞ്ഞാൽ എല്ലാം വരും. അവർ പണമുണ്ടാക്കാൻ എന്ത് പ്രവൃത്തിയും അവർ ചെയ്യും. ഇപ്പോൾ എന്താ പറയുക, സ്ത്രീകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അനാശാസ്യ കേന്ദ്രങ്ങൾ നടത്തുന്നതിനെ നിയന്ത്രിക്കുന്നത് പോലീസ് ഓഫീസർമാരാണ്. ഒരു SIക്കൊന്നും അതിന് ധൈര്യം വരില്ല. അപ്പോൾ എന്ത് തോന്നിവ പണമുണ്ടാക്കാനുള്ള എന്ത് വഴി ഏത് പോലീസുകാരൻ കണ്ടെത്തിയാലും അവനെ സംരക്ഷിച്ച് നിർത്താൻ അജിത് കുമാറും ടീമും ഇവിടെ ഉണ്ട്. ഏത് അന്വേഷണവും സത്യസന്ധമായി അന്വേഷിച്ചാൽ അതിൽ നിന്ന് ഈ പറയുന്ന എല്ലാ അനാശാസ്യങ്ങളിൽ നിന്നും ഒരു ലൈന് അങ്ങോട്ടുണ്ടാവും. അങ്ങോട്ട് ഇതെത്തില്ല. ഇതൊക്കെ എന്താ പറയുക, ജില്ലാ ബൗണ്ടറിയിൽ അവസാനിക്കും, അല്ലെങ്കിൽ ആ പോലീസ് സ്റ്റേഷൻ SHO ലിമിറ്റിൽ അത് അവസാനിക്കും. ഇതിലും ഈ അജിത് കുമാർ ഉൾപ്പെടെയുള്ള ഉന്നതർക്ക് പങ്കുണ്ടെന്ന് തന്നെയാണോ? അവരുടെ ഉണ്ടാകാം. അവർ അതൊന്നും ഇല്ലാതെ പച്ചാപ്പകലിങ്ങനെ നടത്താൻ സാധിക്കുമോ? കാരണം അതിലും വലിയ ക്രിമിനലുകളെ രാജ്യത്തെ എന്താ പറയുക, രാജ്യദ്രോഹ കുറ്റത്തിന് ഒപ്പം നിൽക്കുന്നവരാണ് കേരളത്തിലെ അജിത് കുമാറിൻ്റെ ടീം. സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ കൂടെ അവരാണ്. MDMA ബിസിനസ് നടത്തുന്നത് പോലീസാണ്. ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഈ കള്ളക്കടത്തും ഈ തോന്നിവാസവും മുഴുവൻ ചെയ്യുന്നവർക്ക് എന്താ ഒരു പെൺവാണിഭം ചെയ്താൽ അത് ചെയ്യില്ല നമ്മളെങ്ങനെയാണ് പറയാം? അത് അന്വേഷിച്ചെങ്കിലേ കണ്ടെത്താൻ സാധിക്കുള്ളൂ. നവീൻ ബാബു ഇപ്പോൾ എന്തായി? ഇത് കൊലപാതകമാണോ എന്ന് അന്വേഷിക്കണമെന്ന് കേരളത്തിൽ ആദ്യം പറഞ്ഞ തന്നെയാണ്. P ശശിയുടെ ബിനാമിയാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ ഭർത്താവ് എന്ന് പറഞ്ഞത് ഞാനാണ്. ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കുക. അന്ന് ഇങ്ങനത്തെ ഒരു സംശയമില്ല, ഇദ്ദേഹം തൂങ്ങി മരിച്ചു മാനസിക പ്രയാസത്തിൽ എന്ന് പറയുന്നത്. ഞാൻ പ്രതികരിച്ചത് 3-ാമത്തെ ദിവസമാണ്. കാരണം നമ്മൾ ഈ മരണം എങ്ങനെ നടന്നു എന്ന്, എന്താണ് ഇതിൻ്റെ സാധ്യത എന്ന് നമ്മുടെ എന്താ പറയുക പേഴ്സണൽ സോഴ്സിലൂടെ അവിടെ കാര്യങ്ങൾ കണ്ണൂർ അന്വേഷിച്ച് ഞാൻ ചില കാര്യങ്ങൾ എനിക്ക് കിട്ടിയ അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്. അവിടത്തേക്ക് കാര്യങ്ങൾ എത്തിയപ്പോഴേക്ക് ഞാൻ പറഞ്ഞിടത്തേക്ക് എത്തുന്നത് ഏകദേശം 2 മാസം കഴിയുമ്പോഴാണ്. അപ്പം ഞാൻ ആദ്യം അതിൽ ഡൗട്ട്ഫുള്ളാണ്. ഇപ്പം പറഞ്ഞു കേൾക്കുന്നത് ഇദ്ദേഹത്തിന് എന്തിനാ കൊല്ലുന്നത്, അത് നമ്മൾ ആലോചിക്കുക. ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പ്രമാദമായ ചില ഫയലുകൾ ഈ പറയുന്ന കണ്ണൂരുമായി ബന്ധപ്പെട്ട, ഞാൻ പല ഘട്ടത്തിലും P ശശി ഇദ്ദേഹത്തെ സ്വാധീനിക്കാൻ ശ്രമിച്ചു, മാനസികമായിട്ട് അദ്ദേഹത്തെ ബുദ്ധിമുട്ടിച്ചിരുന്നു. ചില ഫയലുകൾ നിർബന്ധപൂർവം കൺവേർഷൻ ഓഫ് ദ ലാൻഡ് ഒപ്പിടിക്കാൻ ശ്രമിച്ചിരുന്നു എന്നൊക്കെ ഞാൻ പറഞ്ഞതാണ്. അതിൻ്റെ പേരിലാണ് ഇപ്പോൾ ശശി എനിക്ക് നോട്ടീസ് അയച്ചിട്ടുള്ളത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട 2 പ്രധാനമായ ഫയലിൻ്റെ ഫോട്ടോ കോപ്പികളുടെ അടങ്ങുന്നൊരു ഫയൽ അദ്ദേഹം പോലും അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു എന്നാണ് കേൾക്കുന്നത്. ഈ ഫയല് പിടിച്ചു വാങ്ങാൻ വേണ്ടി അവിടെ ചെന്ന സംഘത്ത് ആ ബലപ്രയോഗത്തിൽ ഇദ്ദേഹത്തിന് ഒരു ചവിട്ട് കിട്ടിയിട്ടാണ് ഇദ്ദേഹം മരണപ്പെട്ടത് എന്നാണ് കണ്ണൂരിൽ നിന്ന് പറയുന്നത്. പിന്നെ
ആ തെളിവ് മായ്ക്കാനാണ് കെട്ടിത്തൂക്കി എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ എന്താ പറയുക, കിട്ടുന്ന വിവരങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം ഒന്ന് കൂട്ടി വായിച്ച് നോക്കൂ നിങ്ങളിന്ന്. ഇതെല്ലാം അങ്ങനെയാണ്, ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്കാണ്. പക്ഷെ ഒന്നും ഈ ഗവൺമെൻറ്, മുഖ്യമന്ത്രിയും പി ശശിയും അജിത് കുമാറും ഇന്ന് ഇരിക്കുന്ന സംവിധാനത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം ഒരു കാര്യം ഇവിടെ തെളിയാൻ പോകുന്നില്ല. പക്ഷേ ഈ പി ശശിയിലും മുഖ്യമന്ത്രി പിണറായി വിജയനിലും ഒതുങ്ങുന്നതല്ല കേരളത്തിലെ പാർട്ടിയുടെ CPM-ന്റെ സംവിധാനം എന്ന് പറയുന്നത്. എന്തുകൊണ്ട് അവർക്കെതിരെ സ്റ്റെപ്പ് എടുക്കാൻ ബാക്കിയുള്ളവർ ശ്രമിക്കുന്നില്ല? അവർക്ക് അതിന് ശേഷിയില്ല. പിണറായിയുടെ ശേഷി ഇവിടെയൊന്നുമല്ല, പോളിറ്റ് ബ്യൂറോ വരെ നീണ്ടു നിൽക്കുകയാണ്. സഖാവ് യെച്ചൂരി മരിച്ചിട്ട് മാസത്ര കഴിഞ്ഞു. അപ്പോൾ ആ പാർട്ടിക്ക് ഒരു താൽക്കാലിക സെക്രട്ടറി വെച്ചിട്ടുണ്ട് ഈ നിമിഷം വരെ. എന്താ വെക്കാത്തത്? ആരെ വെക്കണമെന്ന് പിണറായി തീരുമാനിക്കണം. അതിൽ പിണറായി കൺഫ്യൂസ്ഡാണ്. ആരെയാണ് വിശ്വസിക്കേണ്ടത്, ആരാണ് വിശ്വസിക്കാൻ പറ്റാത്തതെന്നില്ല പുള്ളിക്ക് ഇപ്പോഴും എന്താ പറയുക, ഒരു ഉറപ്പ് കിട്ടിയിട്ടില്ല. പഴയ സ്ഥിതിയല്ല പാർട്ടിക്കകത്ത്. അപ്പോൾ പിണറായിക്കെതിരെ ഒരു വാക്ക് മിണ്ടാനുള്ള ശേഷി കേരളത്തിലൊരാൾക്കില്ല, പാർട്ടി സെക്രട്ടറി ഇൻക്ലൂഡിങ് പാർട്ടി സെക്രട്ടറി. അതിൻ്റെ ഏറ്റവും വലിയ തെളിവല്ലേ വയനാട് തെരഞ്ഞെടുപ്പിൽ ഗഗാറിൻ. എന്തുകൊണ്ടാണ് ഗഗാറിനൊരു പെട്ടെന്ന് മാറ്റപ്പെട്ടത്? മനുഷ്യത്വ വിരുദ്ധമായ നിരവധി ആക്ഷൻസ് അജിത് കുമാറിൻ്റെ നേതൃത്വത്തിൽ വയനാട്ടിലുണ്ടായി. അതിനെ എതിർത്ത് സംസാരിച്ചു ഗഗാറിൻ. അതുകൊണ്ടാണ് ഗഗാറിന് ജില്ലാ സെക്രട്ടറി സ്ഥാനം പോയത്. 100% അല്ലേ, 100%. അത് ഏത് സഖാവിനെ അറിയാത്തത്? അതുകൊണ്ടല്ലേ മീശ വളക്കാത്ത 35 വയസ്സിലൊരു പയ്യനെ പിടിച്ചിട്ട് കേരളത്തിൻ്റെ ചരിത്രത്തിലുണ്ടായിട്ടുണ്ടോ? എന്താ റഫീഖിൻ്റെ യോഗ്യത? റിയാസിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. ആ യോഗ്യതയാണ്, അത് മതി. വിശ്വാസ്യതയാണ് യോഗ്യത. ആരെ കൂടെ നിൽക്കും? അവൻ്റെ കഴിവും പ്രാപ്തിയും ശേഷിയും പ്രായവും എക്സ്പീരിയൻസും ഒന്നുമല്ല. ഈ ഒരു സംവിധാനത്തെ പരിപൂർണമായും എന്താ പറയുക, ഇന്ന് CPM-നും ഇടതുപക്ഷത്തിനുമുള്ള കേരളത്തിലുള്ള ഈ ഗ്രിപ്പ് പരിപൂർണമായും തകർത്ത് കൊടുക്കാനുള്ള കരാറാണ് RSS പിണറായി ഏൽപ്പിച്ചിട്ടുള്ളത്. അതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ന്യൂനപക്ഷ സമുദായത്തിന് പരിപൂർണമായും ഇപ്പം അകറ്റി മുഴുവൻ ആളുകളും എന്താ പറയുക, വർഗീയവാദികളാണെന്ന് പറഞ്ഞിട്ട് ന്യൂനപക്ഷങ്ങളിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ട് പരിപൂർണമായും മാറുകയാണ്. ഇപ്പോൾ നിയമസഭയിൽ വരാൻ പോകുന്ന എന്താ പറയുക, ഈ വന്യജീവി വകുപ്പുമായിട്ട് വരുന്ന പുതിയ ബില്ല് എന്തിനു വേണ്ടിയിട്ടാണ്? ഇല്ലെങ്കിലേ വന്യമൃഗശല്യം കൊണ്ട് മനുഷ്യർക്ക് ഇവിടെ ജീവിക്കാൻ വയ്യ. 1,30,00,000 ജനങ്ങളെ 430 പഞ്ചായത്ത് 64 മണ്ഡലങ്ങളിൽ ഫോറസ്റ്റാണ് കേരളത്തിൽ. മനുഷ്യർക്ക് ജീവിക്കാൻ ഒരു മാർഗമില്ല. ഒരു ഉത്തരവാദിത്വം ഇല്ലാത്തൊരു ഡിപ്പാർട്ട്മെൻറ്റ് ഫോറസ്റ്റ്. പച്ച മനുഷ്യനെ എന്താ പറയുക, ആന വീട്ടിൽ കയറി ചവിട്ടി നിരങ്ങുകയാണ്. റോഡിലൂടെ പോകുന്ന കുട്ടികളെ പുലി വന്ന് പിടിക്കുകയാണ്. ഈ അവസ്ഥയിൽ എന്താ പറയുക, നിസ്സഹാരായി നിൽക്കുന്ന ഈ ഉദ്യോഗസ്ഥർ അവർക്ക് വീണ്ടും ഒരു അധികാരം കൊടുക്കുകയാണ്. ഇതിൽ നിന്ന് എന്താ വരാൻ പോകുന്നത്? മലയോര മേഖല മുഴുവൻ ഇല്ലെങ്കിലേ എതിരാണ്. ഇതൊരു കേന്ദ്രം കൊണ്ടുവരുന്ന നിയമമാണെങ്കിൽ അത് പറയാം അവർക്ക്. ഇത് കേന്ദ്രമല്ല, കേരളത്തിലെ നിയമസഭയിലാണ് ഈ അമെൻമെൻറ്റ് ബില്ല് വരാൻ പോകുന്നത്. എന്താവശ്യത്തിനാണ്? ആ ജനങ്ങളെ മുഴുവൻ വെറുപ്പിക്കണം. എനിക്ക് ശേഷം പ്രളയം, അതാണ് പിണറായിൻ്റെ മുദ്രാവാക്യം. ആ കരാറാണ് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നും RSS നിന്നും പിണറായി എടുത്തിട്ടുള്ളത്. അതിങ്ങനെ നമ്മൾ ഓരോന്നും നോക്കിയാൽ കോമൺ സെൻസ് ഉള്ളവന് മനസ്സിലാവും എങ്ങോട്ടേക്ക് അത് കൊണ്ടുപോകുന്നുള്ളത്. ഈ പറയുന്ന സംവിധാനത്തെ പരിപൂർണമായും തകർത്ത് കൊടുക്കാനുള്ള കൊട്ടേഷനിൽ അദ്ദേഹം ഒപ്പിട്ടിരിക്കുന്നു. അതല്ലാതെ മാർഗമില്ല. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ മകളും മരുമകനുമാണ്. ഇതാണ് അതാണ് കേന്ദ്ര ഏജൻസി വെച്ചിട്ടുള്ളത്. ഇവർ ഈ നടത്തിയിട്ടുള്ള എന്താ പറയുക, എക്സാലോജിക് ആയാലും ശരി, മറ്റുള്ള കാര്യങ്ങളായാലും ശരി, ഇവിടെ നടന്നിട്ടുള്ള ബിനാമി ഇടപാടുകളായാലും ശരി, കരിമണലായാലും ശരി, കോഴിക്കോട് എയർപോർട്ടിലെ സ്വർണ്ണ തട്ടിപ്പായാലും ശരി, ഇവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കേന്ദ്ര ഏജൻസികൾ കണ്ടെത്തിയിട്ടുണ്ട്. ആ കണ്ടെത്തിയത് അവിടെ വെച്ചിരിക്കുകയാണ്. അവർക്ക് വേണമെങ്കിൽ മുഖ്യമന്ത്രിയെയും ഈ ബന്ധപ്പെട്ടവരെയും ഏത് നിമിഷം വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാം. പക്ഷെ അവർ അറസ്റ്റ് ചെയ്യുന്നില്ല. അത് അറസ്റ്റ് ചെയ്യുന്നില്ല. കാരണം ഇതുപോലെ ആരോപണങ്ങൾ ഉന്നയിച്ച മുഖ്യമന്ത്രി സോറിനെയും ഡൽഹി മുഖ്യമന്ത്രി കേജ്രിവാളിനെയൊക്കെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ട് പൊളിറ്റിക്കൽ നഷ്ടമാണ് BJPക്ക് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഒരു RSS മുഖ്യമന്ത്രിയെക്കൊണ്ട് എന്തെല്ലാം ചെയ്യിക്കാൻ സാധിക്കുമോ അതിലപ്പുറം മകനെയും മരുമകളെയും ഈ തുലാസിലിരുത്തിയിട്ട്
ഒരു ബാർഗൈൻ ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ പറയുന്നത് കൽപ്പിക്കുന്നത് അനുസരിക്കാനല്ലാതെ മുഖ്യമന്ത്രിക്ക് വേറെ ഒരു മാർഗമില്ല. അപ്പോൾ ഇതെല്ലാം നമ്മളെന്താ അറിയോ, ഇതെല്ലാം കാണുമ്പോൾ നമ്മളെന്താ പറയുക, നമ്മൾ കോമൺ സെൻസ് ഇതിൽ വർക്ക് ചെയ്യേണ്ടതുണ്ട്. അതിൽ നിന്ന് ഓരോന്നും കമ്മ്യൂണിസ്റ്റുകാരാണ് ഇത് മനസ്സിലാക്കുന്നത്. അൻവർ വരുന്നു, അദ്ദേഹം BJPക്കെതിരെ സംസാരിക്കുന്നു, കോൺഗ്രസിനെതിരെ സംസാരിക്കുന്നു, CPM-നെതിരെ സംസാരിക്കുന്നു. അപ്പം ആ ഒരു മുന്നേറ്റത്തിൽ ആളുകൾക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. അപ്പം ഇത് കേരളത്തിന് ആശ്വാസമാവുന്ന ഒരു രീതിയിലേക്ക് ഇത് വളരുമെന്നൊരു പ്രതീക്ഷ ആളുകൾക്കുണ്ടായിരുന്നു. അപ്പം ഈ DMK എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോവുക? എന്താണ് DMKയുടെ ഭാവി? ഇല്ല, നമ്മൾ ഈ പറയുന്ന ഈ പൊളിറ്റിക്കൽ നെക്സസിനെതിരെയും ഈ പറയുന്ന നമ്മളെ നാട് നേരിടുന്ന ഫാസിസത്തിനെതിരെയും കൃത്യമായ നിലപാടെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പൊളിറ്റിക്സ് എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. അത് യാതൊരു തർക്കവുമില്ല. അത് മോൾഡിങ് സ്റ്റേജിലാണ് ഇപ്പോൾ ഉള്ളത്. ആ മോൾഡിങ് സ്റ്റേജിൽ നിന്ന് അത് അടുത്ത ഘട്ടത്തിലേക്ക് ഈ ജനുവരിയിൽ തന്നെ ഉണ്ടാകും. ഫെബ്രുവരിയോട് കൂടിയിട്ട് അതിൻ്റെ കൃത്യമായ ചിത്രമുണ്ടായി കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ഞങ്ങളുണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ കണക്കാക്കുന്നത്. ആ രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളൊരു സോഷ്യൽ സംഘടനയായിട്ടാണ് രജിസ്റ്റർ ചെയ്തത്. അതിപ്പോൾ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് മാറുകയാണ്. ആ പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് മാറുമ്പം ഞാൻ ഈ പറഞ്ഞ ആശയങ്ങളോട് യോജിക്കുന്ന വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളിലുള്ള ഉത്തരവാദിത്തപ്പെട്ട ആളുകളടക്കം ഇന്ന് എന്താ പറയുക ഈ ഡിസ്കഷനിലുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ മനുഷ്യർക്കും യോജിക്കാൻ കഴിയുന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ട് പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് ഇത് മാറ്റേണ്ടതുണ്ട്. ഞാൻ വളരെ തിരക്ക് പിടിച്ച് സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും കമ്മിറ്റി ഉണ്ടാക്കി, സ്വാഭാവികമായിട്ട് കമ്മിറ്റി ഉണ്ടാക്കുമ്പോൾ അതിന് പ്രസിഡൻറ്റും സെക്രട്ടറിമാരുമായിട്ട് ആരെങ്കിലുമൊക്കെ തൽക്കാലമായിട്ടെങ്കിലും വെക്കേണ്ടി വരും. പക്ഷേ അതിലേറെ ശേഷിയും പ്രാപ്തിയുമുള്ള ഒരുപാട് ആളുകൾ ഇതിലേക്ക് വരാനുണ്ട്. അപ്പോൾ നമ്മൾ മുൻകൂട്ടി വെച്ച ആളുകൾ അടുത്ത അവരേലേറെ ശക്തി വരുന്ന ആളുകൾ വരുമ്പോൾ ഇവരെ നമ്മൾ മാറ്റി നിർത്തുമെന്നുണ്ടാകുന്ന ചില മാനസിക പ്രശ്നങ്ങളും വിഷയങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് പറയാറുള്ളത് എനിക്ക് തിരക്കില്ല എന്ന്. ആ പറയുന്നതിൻ്റെ അർത്ഥം അതാണ്. അപ്പോൾ പെട്ടെന്ന് ഓടി നടന്ന് 14 ജില്ലയിലും കമ്മിറ്റി ഉണ്ടാക്കണമെങ്കിൽ 4 ദിവസം വിചാരിച്ചാൽ എനിക്ക് സാധിക്കും. ഇഷ്ടംപോലെ ആളുകൾ ഇപ്പോഴും നമ്മൾ എന്താ പറയുക, ഞങ്ങൾക്ക് ഏകദേശം 700ഓളം ഗ്രൂപ്പുകളുണ്ട്, വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ. അതിൽ 50 തൊട്ട് എന്താ പറയുക 5000 വരെ ഉള്ള ആളുകളുള്ള ഗ്രൂപ്പുകൾ വരെ അതിലുണ്ട്. അപ്പോൾ വലിയൊരു സമൂഹം ഓൾ ഓവർ കേരളത്തിൽ, ഓൾ ഓവർ ദ വേൾഡ് മലയാളികൾ എവിടെയുണ്ടോ അവിടെയൊക്കെ ഈ സംവിധാനമുണ്ട്. ഇതിനെ കൂട്ടി യോജിപ്പിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിലേക്ക് നമ്മൾ മെല്ലെ മെല്ലെ നീങ്ങുകയാണ്. കാരണം നമ്മളൊരു അബദ്ധം ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ മനസ്സിലാക്കാൻ, അത്രയും വലിയ ശത്രുപക്ഷമാണ് നമുക്കെതിരെ നിൽക്കുന്നത്. എങ്ങനെ നോക്കിയാലും എന്താ പറയുക 4 ഭാഗത്തെയുള്ള ശത്രുക്കളുടെ വലിപ്പം, അവരുടെ ശേഷി നമുക്കറിയാം. അതിൽ നമ്മളുടെ ഒരൊറ്റ ബുദ്ധിയിൽ പോകുന്ന ഈ ഒരു പ്രവൃത്തി നാളെ പോയിട്ടൊരു സ്ഥലത്ത് ബ്ലോക്ക് ആവാൻ പാടില്ല. അപ്പം ഇതിൽ ലീഡർഷിപ്പ് വരും, ഇതിൽ ഡൈവേഴ്സിഫിക്കേഷൻ ഉണ്ടാവും, ലീഡർഷിപ്പിൽ സ്റ്റേറ്റ് കമ്മിറ്റി ഉണ്ടാവും, ഡിസ്ട്രിക്ട് കമ്മിറ്റി, അസംബ്ലി, പഞ്ചായത്ത്, വാർഡ് തലത്തിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്കുണ്ടാകുന്ന എല്ലാ ലെവലിലേക്കും ഈ കാര്യങ്ങൾ പോകും. അങ്ങനെ ആ പൊളിറ്റിക്കൽ പാർട്ടിയിലേക്ക് പല സ്ഥലങ്ങളിൽ നിന്നും നേതാക്കൾ വരുമെന്ന് പറഞ്ഞു, പല പാർട്ടികളിൽ നിന്നൊക്കെ. അവരൊക്കെ ഈ പൊളിറ്റിക്കൽ നെക്സസ് എന്നുള്ള ഒരു പോയിന്റിൽ ഉറച്ചു നിന്ന് അതിൽ പ്രതിഷേധം പ്രകടിപ്പിച്ച് വരുന്നവരായിരിക്കുമോ? ഈ പൊളിറ്റിക്കൽ നെക്സസിൻ്റെ ഭാഗമായിട്ട് അതിൽ ജീവിതം തകർന്നവരുണ്ട്, അവരുടെ പൊളിറ്റിക്സ് തകർന്നവരുണ്ട്, അവരുടെ കച്ചവടം തകർന്നവരുണ്ട്, അവരുടെ സോഷ്യൽ എന്താ പറയുക കമ്മിറ്റ്മെൻറ്റ് തകർന്നവരുണ്ട്. ഇതിൻ്റെ രക്തസാക്ഷികളാണ് ഇതിൽ മഹാഭൂരിപക്ഷം ആളുകളും ഈ പൊളിറ്റിക്കൽ നെക്സസിൻ്റെ. അതുകൊണ്ട് തന്നെ അതിലൊരു വളരെ സിൻസിയറായിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഈ മൂവ്മെൻ്റ് കൂടെ ഉണ്ടാവും. അതൊരു രാഷ്ട്രീയ മുന്നേറ്റമായിട്ട് മാറും. എന്തൊക്കെയായിരിക്കും DMKയുടെ ലക്ഷ്യങ്ങൾ? ഏത് രീതിയിലാണ് DMK പ്രവർത്തിക്കാൻ പോകുന്നത്? എന്തായിരിക്കും അതിൻ്റെ നയം? DMK എന്ന് പറയുന്നത് ഈ സമൂഹത്തിൻ്റെ പൊതുവായ മനുഷ്യരിന്ന് അനുഭവിക്കുന്ന എല്ലാ വിഷയങ്ങളെയും രാഷ്ട്രീയമായി ഏറ്റെടുത്തൊരു റെക്ടിഫിക്കേഷൻ പൊളിറ്റിക്സാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ കേരളത്തിലെ ഏകദേശം 10, 35, 40 ലക്ഷം യുവാക്കൾക്ക് തൊഴിലില്ല. ഒരാൾ ആ വിഷയം ടേക്കപ്പ് ചെയ്യുന്നില്ല. ഈ 8 വർഷത്തിനിടയ്ക്ക് ഒരു സമരം പോലും നമ്മൾ ആരും തൊഴിൽ കൊടുക്കാൻ വേണ്ടി പറഞ്ഞ് നമ്മൾ കാണുന്നില്ല. മറ്റൊരു പ്രധാന വിഷയമാണ് മലയോര മേഖലയിലെ 130 ലക്ഷം, അതായത് 1,30,00,000 ആളുകൾ അനുഭവിക്കുന്ന ഈ പറയുന്ന വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ട വിഷയം. ഇവിടെ ജാതി സെൻസസ് ഇപ്പോൾ കർണാടകയിലും തമിഴ്നാട്ടിലൊക്കെ സെൻസസ് കഴിഞ്ഞെങ്കിലും കേരളം ഇന്ന് വരെ അതിന് ടച്ച് ചെയ്തിട്ടില്ല. സമൂഹത്തിൻ്റെ താഴേക്കടയിൽ കിടക്കുന്ന SC, ST, OBC വിഭാഗങ്ങളുടെ റിസർവേഷൻ മുഴുവൻ ഇവിടെ തട്ടിയെടുക്കപ്പെടുകയാണ്. അപ്പോൾ അതിൽ കറക്റ്റായിട്ടുള്ള സെൻസസ് നടത്തി ആ റിസർവേഷൻ ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടതുണ്ട്. സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, സ്ത്രീ സുരക്ഷ ഇത്രയൊക്കെ പറയുന്നുണ്ടെങ്കിലും വലിയ വെല്ലുവിളികൾ ഇവിടെ നേരിടുന്നുണ്ട്. രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ത്രിതല പഞ്ചായത്തിൽ
മാത്രമാണ് സ്ത്രീകൾക്ക് റിസർവേഷൻ കൃത്യമായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്ത് പോരുന്നത്. പക്ഷേ നിയമസഭാ തലത്തിൽ അതില്ല. പൂർണ്ണമായിട്ടും സ്ത്രീകൾക്ക് കൂടി സ്റ്റേറ്റ് പൊളിറ്റിക്സിൽ നിയമസഭയിൽ ഇടപെടത്തക്ക രീതിയിലുള്ള നിയമമാറ്റം ഇവിടെ ഉണ്ടാവണം. അത് ഞങ്ങളുടെ പ്രധാന വിഷയമാണ്. ആരോഗ്യരംഗത്തുള്ള ഇന്നത്തെ പ്രശ്നങ്ങൾ, അതിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് സർക്കാരിൻ്റെ കയ്യിൽ ആശുപത്രികളിലുള്ള ഇൻഫ്രാസ്ട്രക്ചറുകൾ, മെഷീനറീസ്, അത് സ്കാനിങ് മെഷീനായാലും ലാബായാലും മറ്റു സംവിധാനങ്ങളായാലും ഇത് മുഴുവൻ എന്താ പറയുക, 1 മാസം കൊണ്ടോ 2 മാസം കൊണ്ടോ ദുരുപയോഗം ചെയ്ത് അതിനെ പെർഫോം ചെയ്യാതെ ആക്കിയിട്ട് അവിടെ ഒരു മാഫിയ സംഘം പ്രവർത്തിക്കുന്നുണ്ട്. 10 കോടി മുടക്കി ഒരു മെഷീന്, ഒരു സ്കാനിങ് മെഷീൻ നിന്ന് മുടക്കിയാൽ 2 മാസം വർക്ക് ചെയ്യാം. അത് കഴിയുമ്പോഴേക്കും അതിൻ്റെ എന്തെങ്കിലും വലിച്ചുവിടാൻ ഇവിടെ ആളുകൾ. ഇത്തരത്തിൽ ആരും സംസാരിക്കാൻ തയ്യാറാവാത്ത, എന്നാൽ മനുഷ്യർ കഷ്ടപ്പെടുന്ന, മനുഷ്യൻ്റെ നിത്യജീവിതത്തിൽ ഡയറക്റ്റായിട്ട് ബാധിക്കുന്ന ഇത്തരം വിഷയങ്ങൾ പ്രത്യേകം ഏറ്റെടുത്ത് അത് ഞങ്ങളുടെ തെരഞ്ഞെടുപ്പിലെ പ്രകടന പത്രികയിലെ വിഷയങ്ങളാക്കി ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ച് പോവുക എന്നതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. താങ്കൾ ഉയർത്തിയ, ഈ അടുത്ത കാലത്ത് ഉയർത്തിയ എല്ലാ ആരോപണങ്ങളും അത് കേരളം വലിയ രീതിയിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ട് പ്രതിപക്ഷം അത് ഏറ്റെടുത്തിട്ടില്ല? അല്ല, പ്രതിപക്ഷം ഏറ്റെടുക്കാത്തതിൻ്റെ കാരണം അവരുടെ ശേഷിക്കുറവ് തന്നെയാണ്. പ്രതിപക്ഷം പറയേണ്ടതും, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിന് ശേഷം പ്രതിപക്ഷം ശക്തമായി ഏറ്റെടുക്കേണ്ട വിഷയങ്ങളാണിത്. അതിൻ്റെ ആ ശക്തിയിൽ അവരത് ഏറ്റെടുക്കുന്നില്ല. അതെന്തുകൊണ്ടാണ് അവർക്ക് ഏറ്റെടുക്കാൻ കഴിയാത്തതെന്നുള്ളത് അവരാണ് ആലോചിക്കേണ്ടത്. അതിനുള്ള ആർജവം ഇല്ല എന്നാണോ? അല്ല, ആ ആർജവം പരിപൂർണമായി അവർ കാണിക്കുന്നില്ല. ഇപ്പോൾ ഈ എന്താ പറയുക, മൃഗസംരക്ഷണവുമായി ഫോറസ്റ്റുമായി വരുന്ന ബില്ലിനെ തന്നെ എതിർക്കപ്പെടേണ്ടതല്ലേ? നിയമസഭയിൽ മാത്രമല്ല ഇത് എതിർക്കേണ്ടത്, ഇത് പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് ഇപ്പോൾ കൊണ്ടുവരേണ്ടതാണ്. ഇപ്പോൾ മലയോര മേഖലയിലെ പല ബിഷപ്പുമാരും അവിടുത്തെ കിൻഫ പോലെയുള്ള ഈ മലയോര കർഷക സംഘടനകളൊക്കെ ശക്തമായി എതിർപ്പ് പ്രകടിപ്പിച്ചു വരികയാണ്. അത് ഏറ്റെടുത്ത് ആ സമരം ഏറ്റെടുക്കേണ്ട ഘട്ടമാണ്. അവിടത്തേക്കൊക്കെ എത്തുന്നേ ഉള്ളൂ. അപ്പം എന്തുകൊണ്ടാണ് ഇതിലെ ഈ ലാഗ് ചെയ്യുന്നത് എന്നുള്ളത് ആലോചിക്കേണ്ട വിഷയമാണ്. അവർക്കിടയിലുള്ള ഒരു തർക്കവും അല്ലെങ്കിൽ ആര് നയിക്കും എന്നുള്ളൊരു തർക്കമെല്ലാം അത് ഇതിന് കാരണമാവുന്നുണ്ടെന്നാണോ? സ്വാഭാവികമല്ലേ. വളരെ സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങൾ സമയബന്ധിതമായി എല്ലാ വിഷയങ്ങളും പ്രതിപക്ഷം ഏറ്റെടുക്കുന്നത്. ചില സംഗതികൾക്ക്, ചില വിഷയങ്ങൾക്ക് അതിന് സമയത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അപ്പോൾ സമയബന്ധിതമായി ഏറ്റെടുക്കേണ്ട വിഷയങ്ങൾ അത് സമയബന്ധിതമായി ഏറ്റെടുക്കുന്നതിൽ എന്താ പറയുക, ചില ഘട്ടത്തിൽ പ്രതിപക്ഷത്തിൻ്റെ നിന്ന് വീഴ്ച വരുന്നുണ്ട്. ഈ പി ശശിയും മുഖ്യമന്ത്രി പിണറായി വിജയനും അല്ലാതെ ഈ CPM എന്ന സംവിധാനത്തിനകത്ത് വേറെ ഇതേപോലെ കറപ്റ്റ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടെന്ന് താങ്കൾക്ക് തോന്നിയിട്ടുണ്ടോ? അല്ല, അതുണ്ട്. അത് വലിയ കള്ളന്മാർ CPI-ക്കാരല്ലേ? അത് ആർക്കറിയാത്തത്? ഏറ്റവും വലിയ കള്ളന്മാർ CPI-ക്കാരല്ലേ? അവർ ഹവായി മറ്റേ റബ്ബർ ചെരുപ്പേ ഇടുള്ളൂ 20 രൂപൻ്റെ നേതാക്കന്മാരിട്ടോ. ഏറ്റവും പാവപ്പെട്ട മനുഷ്യന്മാർ, പ്രവർത്തകരുള്ളൊരു പാർട്ടിയിൽ CPI ആണ്. സാധുക്കളായിട്ടുള്ള, എന്താ പറയുക, വളരെ നന്മയുള്ള ഒരുപാട് CPI പ്രവർത്തകരെ നമുക്ക് കാണാം, സഖാക്കളെ പോലെ തന്നെ. പക്ഷേ അതിലെ നേതൃത്വത്തിലെ വലിയൊരു വിഭാഗം ലോകം കണ്ട ഏറ്റവും വലിയ കള്ളന്മാരാണ്. ഇപ്പം ഞാൻ എറണാട് നിലമ്പൂർ താലൂക്കിൽ ഇവർ പെർമിഷൻ കൊടുത്ത നികത്തിയ ഭൂമികളുടെ ഒരു കണക്ക് ചോദിച്ച്, വിവരാവകാശം ചോദിച്ച് ഞാൻ കളക്ടർക്ക് കൊടുത്തിട്ട്, തഹസിൽദാർക്ക് കൊടുത്തിട്ട് 4 മാസമായി. ഇപ്പം ഞങ്ങളത് കളക്ടറേക്ക് കൊടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ അവിടെയൊക്കെ അവർ എത്രത്തോളം അഴിമതി നടത്തിയെന്നത് എനിക്ക് തന്നെ അറിയാം നേരിട്ട്. അപ്പോൾ അതിൻ്റെ കണക്കാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 10 കോടി രൂപക്ക് മന്നം സ്മാരക മന്ദിരം, അവരുടെ സ്റ്റേറ്റ് കമ്മിറ്റി ഓഫീസ് എന്താ പറയുക, റിനോവേറ്റ് ചെയ്തിട്ട് 4 ദിവസം മുമ്പ് ബിനോയ് വിശ്വൻ എന്നിട്ട് പറയുക, എൻ്റെ ജീവിതത്തിലെ വലിയൊരു ആഗ്രഹമായിരുന്നു ഇതൊന്ന് റിനോവേറ്റ് ചെയ്യണം. 10 കോടി രൂപയാണ് ഞങ്ങളിതിന് ചിലവഴിക്കുന്നത്. ലിഫ്റ്റ് അടക്കം. പാവപ്പെട്ട പാർട്ടി, വായിച്ചെരുപ്പിട്ട് കിടക്കുന്ന പാർട്ടിയുടെ എവിടുന്ന ഈ കാശൊക്കെ? നാട്ടിൽ പിരിവടക്കം നമ്മളാരും കണ്ടിട്ടില്ല. അപ്പോൾ എവിടുന്ന ഈ കാശ്? ആരത് കൊടുക്കുന്നത്? അപ്പം അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ പറയണ്ട. നമുക്ക് പല ഘട്ടത്തിൽ അവരോട് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, അവരോട് ഞാൻ മുട്ടിയിട്ടുള്ളതാണ്. അതിൻ്റെ അകത്തിരിക്കുമെന്ന് തന്നെ ഞാൻ എൻ്റെ നയം അവരുടെ കാര്യത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഈ ADGP അജിത് കുമാറും അതേപോലെ തന്നെ സുജിത് ദാസും ഒക്കെ ആയിട്ട് ഉള്ളൊരു പ്രശ്നങ്ങളിലേക്ക് ശ്രീ PV അൻവർ വരാൻ കാരണം താങ്കളുടെ ബിസിനസ്സിൽ ചില വന്ന കൈകടത്തലുകളും അവരുടെ ഭാഗത്തു നിന്നുണ്ടായ ചില കൈകടത്തലുകളൊക്കെയാണെന്ന് കുറേ നാളുകളായിട്ട് വിമർശനമുണ്ടായിരുന്നു. അതിലെന്താണ് പറയാനുള്ളത്? അതിപ്പോൾ ഈ അങ്ങാടിയിൽ തോറ്റായ അമ്മയോടെന്ന് പറഞ്ഞില്ലേ, അങ്ങാടിയിൽ തോറ്റാൽ അമ്മയോട്, അങ്ങാടി തീർക്കാൻ കഴിയില്ല. അപ്പോൾ അമ്മാവൻ്റെ അടുത്ത് പിന്നെ ആർക്കും കൈകാര്യം ചെയ്യാമല്ലോ എന്നതേ ഉള്ളൂ.
ഇപ്പോൾ പരാതിക്കാരന് കഞ്ഞിയില്ല എന്ന് പറഞ്ഞതാണ് ഇതിൽ അടിസ്ഥാനപരമായ വിഷയം. അല്ലാതെ അത്തരം കാര്യങ്ങളും ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല, ഒരു ബന്ധവുമില്ല. അത് ഞാൻ അന്ന് മുതലേ ലീഗൽ ഫൈറ്റിലാണ്, ഇന്നും ലീഗൽ ഫൈറ്റിലാണ്. മുഖ്യമന്ത്രി ഒപ്പിടാൻ എൻ്റെ പാർക്ക് തുറക്കാനുള്ള ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ക്ലിയറൻസ് ഡൽഹിയിൽ നിന്നുള്ള ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇവിടെ വന്ന് പരിശോധന നടത്തിയിട്ട് ഈ പാർക്കിനൊരു കുഴപ്പവുമില്ല എന്ന് റിപ്പോർട്ട് ചെയ്ത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിന് ആ ഫയൽ കൈമാറി മുഖ്യമന്ത്രിയുടെ ഒരു ഇനീഷ്യലിന് വേണ്ടി അത് കാത്തിരിക്കുക പാർക്ക് തുറക്കാൻ. ആ ടേബിളിൽ ഇരിക്കുമ്പോഴാണ് ഞാൻ ഈ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞത്. എനിക്കിന്ന് 10 ദിവസം വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു. ഞാൻ ആ പണിക്ക് നിൽക്കാറില്ല. ഞാൻ ഇതുകൊണ്ട് ജീവിക്കുന്നവനല്ല, ഇതുകൊണ്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവനല്ല. നമ്മൾക്കൊരു നിലപാടും കാര്യങ്ങളുണ്ട്, ആ നിലപാടുമായിട്ട് നമുക്ക് പോകാൻ സാധിക്കുള്ളൂ. അല്ലാതെ ഈ ചീള് കേസ് പറഞ്ഞ് അതിൻ്റെ പേരിലൊന്നും ഈ വിഷയം പറയാൻ വരുന്നവനല്ല അൻവർ. അത് അൻവറിൻ്റെ കൂടെ ജീവിക്കുന്നവർക്ക് അറിയും. അതാണ് അതിൻ്റെ വസ്തുത. അതായത് എങ്ങനെയൊക്കെ വഴിതിരിച്ച് വിടാൻ നോക്കിയാലും ഉയർത്തിപ്പിടിച്ച ആരോപണങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. DMK ഒരു ശക്തമായ രാഷ്ട്രീയ പാർട്ടിയാക്കി കേരളത്തിലെ ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കും. ഒപ്പം ADGP അജിത് കുമാറിനെതിരായ നിയമ പോരാട്ടം അത് കോടതിയിൽ തുടരുകയും ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് അൻവർ പറഞ്ഞു വെക്കുന്നത്.